ചില സമയങ്ങളിൽ നമ്മുടെ കാര്യകാരണ വിജയത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള പകൽക്കിനാക്കൾ. ഇതാണ് നമ്മുടെ തലച്ചോറിനെ കൂടുതലായി ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ച് നിർത്തുന്നത്. കാരണം നമ്മൾ പകൽക്കിനാക്കൾ കണ്ടിങ്ങനെ ആസ്വദിച്ചിരിക്കും, പക്ഷേ നമ്മൾ ചെയ്യേണ്ടുന്ന പ്രവർത്തികൾ ചെയ്യുന്നില്ല. അവിടെയാണ് പലപ്പോഴും പല ആളുകളും നമ്മളെ കുറ്റപ്പെടുത്തുന്നത്. ഏത് നേരവും ഇങ്ങനെ കിനാക്കൾ കാണുന്നു, വലിയ വലിയ വാഗ്ദാനങ്ങൾ പറയുന്നു, ചർച്ച ചെയ്യുന്നു, പക്ഷേ യാഥാർത്ഥ ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ള കുറ്റപ്പെടുത്തലുകൾ. പക്ഷേ ഈ പകൽക്കിനാക്കൾ ചില സമയങ്ങളിൽ നമ്മുടെ ബ്രെയിനെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. മനഃശാസ്ത്രപരമായ പഠനങ്ങൾ തെളിയിക്കുന്നത് 96% ആളുകളും ദിവാസ്വപ്നം കാണുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ദിവാസ്വപ്നത്തിൽ നമ്മൾ സംസാരിക്കുന്നൊരവസ്ഥ വരും. ഒറ്റയ്ക്ക് സംസാരിക്കുക, പ്രവൃത്തി ചെയ്യുക, ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയിൽ തന്നെ നമ്മൾ വ്യതിയാനം സംഭവിക്കുക, ഇതൊക്കെ നമ്മളുടെ മനസ്സിന് ഉത്കണ്ഠയും വിഷാദവും അശുഭകരമായ ചിന്തകളും സമ്മാനിക്കുക ചെയ്യുള്ളൂ. അതിലൊരിക്കലും ഒരു പോസിറ്റീവായ റിസൾട്ട് നമുക്ക് തരില്ല. നമ്മളുടെ ചിന്തകൾ, നമ്മളുടെ പകൽക്കിനാക്കൾ പലപ്പോഴും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളുടെ ഒരു വിഷ്വലൈസേഷൻ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ഇത് നല്ലത് തന്നെയാണ്. ഒരു ഐഡിയ നമ്മൾ രൂപപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു വിഷ്വലൈസേഷൻ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് ധാരാളമായ പ്രവൃത്തി പ്രാവീണ്യം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളത് വസ്തുത തന്നെയാണ്. നിത്യജീവിതത്തിന് ദോഷകരമായി ബാധിക്കുന്ന ഡേ ഡ്രീം എന്ന് നമ്മൾ പറയുമ്പോൾ, ഉദാഹരണത്തിന് വാഹനം ഓടിക്കുക, മരം കയറുക. ഇപ്പോൾ സിസ്റ്റത്തിലൊരു വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടുന്ന ചില വർക്കുകളുണ്ടാവും. ആ സമയത്ത് നമ്മൾ നമ്മുടെ സങ്കല്പ ലോകത്തിലേക്ക്, ഒരു ഇമാജിനൽ വേൾഡിലേക്ക് കടന്നു പോയാൽ അത് നമ്മുടെ പ്രവൃത്തിയെ സാരമായി ബാധിക്കും. കൊടുക്കേണ്ടുന്ന റിസൾട്ട് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. പോസിറ്റീവ് കൺസ്ട്രക്റ്റീവായ ഒരു ഡേ ഡ്രീം ഉണ്ട്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സർഗാത്മകതയെ വളർത്താൻ കഴിയുന്നത്, നമ്മുടെ വാസനകളെ കുറച്ചുകൂടി പരിപോഷിപ്പിക്കാൻ കഴിയുന്നത്. ഇനി മറ്റൊരവസ്ഥയാണ് ഡിസ്ഫോറിക് ഡേ ഡ്രീം എന്ന് പറയുന്നത്. അതായത് നമ്മൾ കഴിഞ്ഞുപോയ കാര്യങ്ങളിലെ കുറ്റബോധം, വേണോ വേണ്ടിയിരുന്നോ എന്നൊക്കെയുള്ള ഒരു ആവർത്തന ചിന്തയുണ്ടല്ലോ. നമ്മൾ പറയുന്ന പോലെ ടൈം ട്രാവലിംഗ് നടത്തി നമുക്ക് അവിടെ പോയി ശരിയാക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ശരിയാക്കിയിട്ട് തിരിച്ചു വരായിരുന്നു എന്നൊക്കെ വളരെ കുറ്റബോധത്തോടു കൂടി ചിന്തിക്കുന്ന ചില കാര്യങ്ങൾ, അതെല്ലാം ഡിസ്ഫോറിക് ആയ ഒരു ഡേ ഡ്രീമിലൂടെ നമ്മളെ വളരെ നിരാശകരമായ അവസ്ഥയിലേക്ക് നയിക്കും. ഇതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, നമ്മൾക്ക് ഡേ ഡ്രീം കാണുമ്പോഴും പകൽക്കിനാക്കൾ കാണുമ്പോഴും പോസിറ്റീവായ കാര്യങ്ങളെ കാണണം എന്ന്. നമ്മുടെ തലച്ചോറിലെ ഡീഫോൾട്ട് മൈൻഡ് നെറ്റ്വർക്കിംഗ് ആണ് ഒരർത്ഥത്തിൽ ഇത്തരത്തിലുള്ള പകൽക്കിനാക്കൾ കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരവസ്ഥ. ബ്രെയിനാണല്ലോ നമ്മുടെ എല്ലാ കാര്യങ്ങളെയും ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. ഇതിൽ മെമ്മറിയുണ്ട്, എസ്കേപ്പിസമുണ്ട്, ദൃശ്യാവിഷ്കരണമുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള ഡേ ഡ്രീമാണ് നമ്മളിലുള്ളത്. ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ അയ്യോ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം, ചില കാര്യത്തിൽ വളരെയധികം ഫാൻറ്റസിയോടുകൂടി നമ്മൾ ചിന്തിക്കാറുണ്ട്. ഇതൊക്കെ നമ്മുടെ ബ്രെയിൻ നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്ന ചില ജോലികളാണെന്ന് തന്നെ പറയാം. പക്ഷേ ഈ ചിന്തകളിലും നല്ല രീതിയിലുള്ള ഒരു ദൃശ്യാവിഷ്കരണം നിങ്ങളുടെ ബ്രെയിനിന് കൊടുക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളുടെ പകൽക്കിനാക്കൾ വളരെ മനോഹരമാക്കി ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് കണ്ടുകൊണ്ടേയിരിക്കാനേ സാധിക്കും. നമ്മുടെ ജീവിത വിജയത്തിനായി മനസ്സിൻ്റെ അലച്ചിൽ എന്ന് വേണമെങ്കിൽ പറയാം. ഈ അലച്ചിൽ ആരും കാണാതെ നമ്മളൊരു ഫാൻറ്റസി വേൾഡിലാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ക്രിയേഷനിലൂടെ തന്നെ നമുക്ക് ഈ അലച്ചിൽ സ്വസ്ഥമായ വിജയത്തിനായി ഉപയോഗിക്കാം. അതുകൊണ്ട് പോസിറ്റീവായ ഡേ ഡ്രീംസ് എല്ലാവരും കാണുക, ഞാനും കാണാം. നിങ്ങൾക്ക് താല്പര്യമുള്ള ഇത്തരത്തിലുള്ള വിഷയങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യണം, സംസാരിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ നിങ്ങൾ മെൻഷൻ ചെയ്താൽ നമുക്ക് ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കാം. എൻ്റെ ചാനലിലെ സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, കുട്ടികളെയൊക്കെ കാണിക്കാൻ ശ്രമിക്കുക. കുട്ടികൾക്ക് വേണ്ടുന്ന വിധത്തിലുള്ള പല സബ്ജക്റ്റുകളും നമ്മൾ ഈ ഒരു ചാനലിൽ സംസാരിക്കുന്നുണ്ട്. അടുത്തൊരു വിഷയവുമായിട്ട് കാണുന്നത് വരെ താങ്ക് യു സോ മച്ച്.